വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ ബൈ, മീറ്റ് യു സൂൺ. ബൈ. ഓ വന്ന് 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 ഒന്ന് ഫോൺ എടുത്തോ, അപ്പൊ വന്നോളൂ. ബൈ ദ ബൈ, ആരാ ക്യൂട്ടി? അത് പിന്നെ എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാ. അപ്പൊ കറക്റ്റ് ടൈമിംഗ് ആണല്ലേ? എന്ത് ടൈമിങ്? ഫ്രണ്ടിന്റെ ഫ്രണ്ട്, നിനക്ക് ഫ്രണ്ട്, ബട്ട് എനിക്ക് ഗേൾ ഫ്രണ്ട്. ലിയോ, അതൊന്നും പറ്റത്തില്ല. അവള് നിന്റെ ഫ്രണ്ട് മച്ചാ, എന്റെ ഗേൾ ഫ്രണ്ട്. ഓ, ഈ കോട്ടുകോയിനെ കൊണ്ട് ചില്ലറ അടങ്ങാറൊന്നുമില്ലല്ലോ. അതൊന്നും പറ്റത്തില്ല. അതെന്താണ് കുട്ടാ പറ്റാത്തെ? എന്നാ നീ സത്യം പറ, അവള് ആരാ? എടാ പറഞ്ഞില്ലേ, എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ട്, എനിക്ക് ഫ്രണ്ട്, അപ്പോ എനിക്ക് ഗേൾ ഫ്രണ്ട്. ഐ എം റൈറ്റ്? ഓ പോടാ പ്രാന്താ. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ, എന്റെ ഗേൾ ഫ്രണ്ടിന്റെ ഫോട്ടോ എടുത്തേ, ഞാനൊന്ന് കാണട്ടെ. ലിയോ കളിക്കല്ലേ, ഫോട്ടോയില്ല ഒന്നുമില്ല, നീ ഒന്ന് പോയേ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? വീഡിയോ കോൾ വരെ ചെയ്ത ആള് ഫോട്ടോ അയക്കാണ്ടിരിക്കോ? കാണിക്ക് കാണിക്ക്, എനിക്ക് എന്റെ ഗേൾ ഫ്രണ്ടിനെ ഇപ്പൊ കാണണം. എടുക്കടാ. ലിയോ, യാ ഐ എം ലിയോ, ഹെർ ബോയ് ഫ്രണ്ട്. അല്ല, എന്റെ ഗേൾ ഫ്രണ്ടിന്റെ പേര് എന്തായിരുന്നു? ഓ ഹേ, എങ്ങോട്ടാ മുങ്ങുന്നേ? എവിടെ മുങ്ങാനൊന്നും പറ്റത്തില്ല. മര്യാദയ്ക്ക് എന്റെ ഗേൾഫ്രണ്ടിന്റെ ഫോട്ടോ കാണിച്ചേ. ഏത് നേരത്തോണോ വിളിക്കാൻ തോന്നിയേ? അതൊക്കെ നല്ല നേരത്തിനാന്നേ, നീ ടൈം കളയാതെ എടുക്കാൻ നോക്ക്. ഏടാ എന്തേ ഇവളങ്ങനെ എന്റെ എല്ലാ ഫ്രണ്ട്സിനെയും പോലെ അല്ല. അത് പിന്നെ ഓഹോ, യു ആർ സ്പെഷ്യൽ വൺ. യാ ഐ എം റൈറ്റ്? അത് അങ്ങനൊന്നല്ല. അത് പിന്നെ ഇത് എങ്ങനെയല്ലെന്ന്. എന്നാ പിന്നെ എന്റെ ഗേൾഫ്രണ്ടിന്റെ ഫോട്ടോ കാണിക്കേ. മര്യാദയ്ക്ക് ഒരു ലൈനെങ്കിലും സെറ്റ് ആവാൻ സമ്മതിക്കുന്നുണ്ടോ? കാട്ടുമാക്കാൻ കാട്ടുകോഴി. എന്താ മച്ചാ ഒറ്റക്ക് റൈമിംഗ് ഒക്കെ പറഞ്ഞോണ്ടിരിക്കുന്നേ? റൈമിംഗ് ഒക്കെ പിന്നെ പറയാം. നീ ഇപ്പോ എന്റെ ഗേൾഫ്രണ്ടിന്റെ ഫോട്ടോ കാണിക്കേ. വീണ്ടും വീണ്ടും നിന്റെ ഗേൾഫ്രണ്ട് എന്ന് പറയല്ലേ. എനിക്കത് എന്താടാ കുട്ടാ, നിനക്കത് ഹേർട്ട് ആവുന്നുണ്ടോ? അത് പിന്നെ അപ്പൊ ഞാൻ അറിയാതെ നീ വല വിഷം നോക്കി അല്ലേ? എടാ അത് പിന്നെ ഇനി നോ എക്സ്ക്യൂസ്. എന്തേലും അവളെ കാണിച്ചാ പറ്റോ? മര്യാദയ്ക്ക് ഫോൺ വന്നേ. ലിയോ ലിയോ ലിയോ, ഫോൺ താടാ. കയ്യിന്ന് വിട്ടേ. ആ ഫോട്ടോ കണ്ട് അപ്പൊ തന്നെ ഫോൺ തരും. കയ്യിന്ന് വിട്. അതൊന്നും പറ്റത്തില്ല. നീ തൽക്കാലം അങ്ങനെ ഫോട്ടോ കാണണ്ട. നീ ഒന്ന് ഫോൺ തോടോ. ഏഹേ, ഇതവിടുത്തെ ന്യായം. എനിക്കാരെങ്കിലും സെറ്റ് ആയ ഇങ്ങനെയല്ലല്ലോ. ഫോട്ടോ മുതല് ഡീറ്റെയിൽ വരെ അറിയണ്ടേ? അപ്പൊ പിന്നെ എനിക്ക് അറിയണ്ടേ? മാറ്, ആ ഫോട്ടോ ഒന്ന് മര്യാദയ്ക്ക് കാണട്ടെ. ലിയോ ലിയോ, ഈ ഫോൺ പിടിക്കേ. അവന് ചോദിച്ചാ കൊടുക്കല്ലേ. ലിയോ തന്നെ പിടിക്കടാ. എടോ, ഇനി ഫോൺ തന്നിട്ട് നീ എന്താ എന്നെ പിടിച്ചേക്കുന്നേ? അത് അവന് നിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാരി കൊണ്ടുപോകാതിരിക്കാൻ. അത് ശരി, അതിന് എന്നെയാണല്ലോ പിടിച്ചു വെക്കേണ്ടത്. സാം, ഫോൺ ഒന്ന് താടാ. ആറ്റ് നൂറ്റ് സെറ്റ് ആക്കിയതാന്നേ. അവള് കാണണം പോലോ. നീ തന്നെ പറഞ്ഞേ, എഫോർട്ട് ഇട്ടവർക്കല്ലേ അതിന്റെ ഫലം കിട്ടേണ്ടത്. നടുവിൽ കയറി വന്നിട്ട് ഈ കാട്ടുമാക്കാനെ എന്റെ കുറെ ഹാർഡ് വർക്കേ ഇതേപോലെ നീ യൂസ്ലെസ് ആക്കിയിട്ടുണ്ടേ. അതുകൊണ്ട് ഇത് എനിക്ക് ആവാൻ കേട്ടാ. ലിയോ എന്താടാ കുട്ടാ? നിങ്ങൾ അടി ഉണ്ടാക്കണ്ടെങ്കിൽ ഒറ്റയ്ക്ക് കിടന്ന് ഉണ്ടാക്കിക്കൂടെ. എന്നെ ഒന്ന് വിട്ടേ. എടാ നീ പോലെ, നീ ഇവിടെ നിക്ക്. ഞാൻ ഒറ്റയ്ക്ക് നിന്നാ അവൻ എന്തായാലും എന്റെ കയ്യിൽ നിന്ന് ഫോൺ വരും. നീ നിന്റെ കയ്യിൽ തന്നെ വെച്ചേക്ക്. സാം താടാ. ഓ നീ ഫോൺ കൊണ്ടുപോയേ. അവൻ പിടിച്ചു വർക്കേ എന്തെങ്കിലും ആയിക്കോളെ. നിങ്ങളെ കോഴി പഞ്ചായത്ത് നിന്ന് എന്നൊന്ന് വിട്ടേ. അതെങ്ങനെ വിടാനാ? ഈ കോഴി പഞ്ചായത്തിലെ പ്രസിഡന്റ് നീയാ. രണ്ടിലൊരു തീരുമാനമാക്കാതെ നീ പോണ്ട. ഇവിടെ നിക്ക്. സാം, ഓ നേരത്തെ നിങ്ങളടുത്തൊന്ന് കുടുങ്ങിയേ. എടാ ഒന്ന് വിടടാ. നീ ഫോൺ വിട്ട് കളയല്ലേ, കയ്യിൽ തന്നെ വെക്ക്. ഇവന്മാരോട് എങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. സാം തോടാ. വാവ്, എന്താ ക്യൂട്ടാലോ അവള് കാണാനേ. എവിടാ? ആരാടാ? എവിടെടാ? മേലോട്ട് നോക്കിക്കോ. ഓ ദുഷ്ടൻ, അവൻ മുങ്ങി. വാവ്, എന്നാ ക്യൂട്ടാടവള്. എന്നാ ഇൻസ്റ്റാഗ്രാം തോടോ. നിക്ക് ഐഡി മാത്രം ഒന്ന് നോട്ട് ചെയ്യട്ടെ. ഹോയ്. ഓ നീയായിരുന്നോ? വൈ, എന്തേ വേറെ ആരെങ്കിലും എക്സ്പെക്ട് ചെയ്തോ? ഓ ഞാൻ കരുതി ലിയോയോ അല്ലെങ്കിൽ റോക്കറ്റ് ആയിരിക്കുന്നു. അവന്മാര് അവിടെ കോഴി പഞ്ചായത്തിലാ. ഇന്നൊന്നും ആ പഞ്ചായത്ത് കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല. നിനക്കിതെന്ത് പറ്റിയേ? എന്ത് പറ്റാൻ? അല്ല, എന്തിനെയോ കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുന്ന പോലെ. എന്തേ നീ കാണിച്ചു കൂട്ടിനെ പറ്റി ആലോചിച്ച് സാം, ഞാൻ കൂളായിട്ടിരിക്ക. വെറുതെ ആ കാര്യമൊക്കെ ഓർമ്മപ്പെടുത്തി എന്നെ ചുമ്മാ ടെൻഷൻ ആക്കല്ലേ. അതിന് ഞാന് ആ കാര്യമല്ലല്ലോ പറയാൻ വന്നേ. നീ എന്തിനാ പെട്ടെന്ന് പെട്ടെന്ന് കാട് കയറി ചിന്തിക്കുന്നേ? അപ്പോ നിന്റെ തലക്കകത്ത് എപ്പോഴും ആ കാര്യം തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നേ. എന്തേ നീ അവളോട് ചെയ്തതിനെ പറ്റി ആലോചിച്ച്
നിനക്ക് റിഗ്രറ്റ് അടിക്കുന്നുണ്ടോ സാം? അത് ശരി, അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഈ ലോകം തന്നെ അവസാനിക്കല്ലോ. മതി മതി, മോഹൻ ഇങ്ങനെ വെക്കല്ലേ. എന്നെ ട്രിഗർ ചെയ്യാൻ വന്നാണെങ്കിൽ മര്യാദയ്ക്ക് എണീച്ചു പോ. എടാ ഞാൻ എന്തിനാ നിന്നെ ട്രിഗർ ചെയ്യണേ? വന്ന് വന്ന് എല്ലാരും നിനക്ക് ശത്രുക്കളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഈ അടുത്തായിട്ട് ആരെ കണ്ടാലും എനിക്ക് അങ്ങനെ തന്നെ തോന്നേ. അതെ, നീ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നോണ്ടാ. എടാ പിന്നൊരു കാര്യം, ആ ശിവാനി സാം, എടാ നിങ്ങൾ ചൂടാവല്ലേ, ഫുള്ളും പറയട്ടെ. അത് അവളും നീയും ഓക്കൂലെന്നുള്ളത് സത്യ. സ്റ്റാർട്ടിങ് മുതലേ ഞാനും കാണുന്നതല്ലേ. പക്ഷെ ഇന്ന് നടന്ന ആ ഇൻസിഡന്റിനും അവക്കും യാതൊരു ബന്ധവുമില്ല. അത് 100 അല്ല 1000% ആണെങ്കിലും ഞാൻ ഉറപ്പിച്ച് പറയും. അതെങ്ങനെ നീ ഇത്ര ഉറപ്പിച്ച് പറയുന്നേ? എന്തേ, നീ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുകയാണോ? എടാ ഞാൻ എന്തിനാ അവളെ പ്രൊട്ടക്ട് ചെയ്യണം? അത് പിന്നെ ഞാൻ കണ്ട കാര്യം പറയുന്നേ. കണ്ട കാര്യോ? എന്ത് കണ്ട കാര്യം? ദേ അവിടെ അവള് പോസ്റ്റർ ഒട്ടിച്ചത് ആ കോളേജ് മൊത്തം എല്ലാവർക്കും അറിയണതാ. പിന്നെ നീ ഇങ്ങനെ പറഞ്ഞ? എടാ അവള് അവിടെ പോസ്റ്റർ ഒട്ടിക്കുന്നത് നീ കണ്ടായിരുന്നോ? ഞാനത് കണ്ടിട്ടുണ്ടെങ്കിൽ അവള് വെറുതെ വിടുമായിരുന്നോ? ആ അപ്പൊ നീ കണ്ടില്ലല്ലോ. പിന്നെ കോളേജിന്റെ കാര്യം എന്ന് പറഞ്ഞ ആരും ഓരോ കുട്ടികൾ പോലും ശിവാനിയാണ് അത് ഒട്ടിച്ചെന്നും അവരത് നേരിട്ട് കണ്ടെന്നും പറഞ്ഞിട്ട് പോലില്ല. ആ കൂടെ ഡയാനയാണ് പറഞ്ഞത് ശിവാനിയാണ് ഒട്ടിച്ചേന്ന്. പക്ഷേ ഈ ഇൻസിഡന്റ് നടക്കുമ്പം ശിവാനി ശരിക്കും എവിടെയായിരുന്നറിയോ? എനിക്കങ്ങനെ അറിയാനാ? ഞാനെന്താ 24 മണിക്കൂറും അവളെ വൈത്താലെയാണ് നടക്കുന്നേ? എന്നാ ഞാൻ പറയാം. അവളെ എന്റെ ലൊക്കേഷനിലായിരുന്നു. നിന്റെ ലൊക്കേഷനോ? ആ ഞാനെപ്പോഴും ആ ടെറസില് പോയി ഇരിക്കാറുണ്ടല്ലോ. ആ നിന്റെ താവളം, അങ്ങനെ പറ. ആ എന്തോ ഒന്ന് അവിടെ അവളുണ്ടായിരുന്നു. ആ ഇൻസിഡന്റ് നടക്കുമ്പം ഞാനും അവിടെ തന്നെ ആയിരുന്നു. അതുകൊണ്ടാ പറയുന്നേ, നീ ഇതിനെപ്പറ്റി ഒന്നും കൂടെ അന്വേഷിക്കുന്നത് നല്ലതിനായിരിക്കും. അവള് സംഭവം നമ്മളെ എനിമിയൊക്കെ തന്നെയാ. എന്നിരുന്നാലും ചെയ്യാത്ത കുറ്റത്തിന് ഒരാളെ നീ എന്തായാലും ഞാൻ പറഞ്ഞ വിശ്വാസമായില്ലെങ്കിൽ CCTV അതുണ്ടല്ലോ, ചെക്ക് ചെയ്ത് നോക്ക്. എന്നിട്ട് എനിക്കിപ്പോ അതിന്റെ പിന്നാലെ നടക്കണ്ട ഒരാവശ്യമില്ല. അങ്ങനെ അവള് തെറ്റന്നെ ചെയ്തിട്ടില്ലെങ്കിലും അവൾ അഹങ്കാരത്തിന് കിട്ടിയതാന്ന് വിചാരിച്ച് അങ്ങ് സമാധാനിക്കാൻ പറയേ. അജോ അല്ല, ഒരു കാര്യം അറിയാത്തോണ്ട് ചോദിക്കുക. ഇതിന്റെ ഇടയ്ക്ക് ഈ കോളേജിൽ എന്തൊക്കെ ഇഷ്യൂ നടന്നിട്ടുണ്ട്. അതിലൊന്നും ഇടപെടാത്ത നീ ഇവളെ കാര്യത്തിൽ മാത്രം പ്രത്യേകിച്ച് എന്തിനാ ഇടപെടുന്നേ? എന്തേ നിനക്കെന്തെങ്കിലും? നീനിപ്പോ ഓക്കെ എന്റെ തല്ലിൽ കൊണ്ടൊക്കല്ലേ. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അതും ഞാൻ കണ്ണോണ്ട് കണ്ട കാര്യമായോണ്ടാ നിന്നോട് പറഞ്ഞത്. ഇതിലിനിപ്പോ നീ എന്ത് ഡിസിഷൻ എടുത്താലും എനിക്കൊരു കുഴപ്പമില്ല. വന്ന കാര്യം കഴിഞ്ഞില്ലേ, എന്നാ ചെല്ലേ, ഞാൻ പോവാ. ആരോട് പറയാൻ, ആര് കേക്കാൻ? നാളത്തെ ദിവസം ഓർമ്മയുണ്ടല്ലോ, മറക്കാതെ വന്നാൾടേ. പിന്നെ വരാണ്ട് ഞാനെന്താ ഉഗാണ്ടേ പോവോ? തിരിച്ചടി കൊടുത്ത കൊല്ലത്താണെങ്കിൽ തിരിച്ചു കൊടുക്കണമെന്നല്ലേ? അതാ ചുമ്മാ. മതി മതി, നോക്കി പഠിപ്പിച്ചേ. പോണ വൈക്ക് എന്നെ ഫ്ലാറ്റിലിറക്ക്. അല്ല അപ്പൊ അവന്മാരോ? അതൊക്കെ പഞ്ചായത്ത് കഴിഞ്ഞ് താനെ വന്നോളൂ. നീ ഇപ്പൊ വണ്ടി എടുക്കാൻ നോക്ക്. ശിവാനി വീട്ടേക്ക് നീ ഇപ്പൊ ഒന്നും റിയാക്ട് ചെയ്യാൻ പോണ്ട. ഈ ടീഷർട്ട് തല തോർത്ത് വെള്ളൊക്കെ വേഗം ഉണങ്ങി കിട്ടുന്നേ. ഇത്രയും നനവ് ഈ ചെറിയ ടീഷർട്ട് ഉണങ്ങോ? ഞാനേ ലെൻസ് പിടിക്കുന്നുണ്ട്. നല്ല ചൂട് വെയിൽ തട്ടുമ്പോഴേ താനെ ഉണങ്ങിക്കോളും. ഞാനിവിടെ പേപ്പർ വെച്ച് വീശുന്നുണ്ട്, പെട്ടെന്ന് ഉണങ്ങാനേ. സച്ച് എ ക്യൂട്ടി है ना? कितना प्यारा लगता है. टीना, she is your sister's enemy. നീ അത് മറക്കണ്ട. റോസി, സംഭവം ഇവളെന്റെ ട്വിൻ സിസ്റ്റർ ആയ ഡയാനയുടെ enemy-യാ. But I like her. ഡയാന, ഇത് പ്രശ്നമാവല്ലോ. എന്താ അറിയത്തില്ല, ചെറുപ്പം മുതലേ ഡയാനയ്ക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നേ. What can I do? അപ്പോ ഡയാന ഇവളെ എതിർക്കുമ്പോഴൊക്കെ നീ ഇവളെ സപ്പോർട്ട് ചെയ്യാൻ പോവാണോ? Yes, of course. She is my cutie. അതുകൊണ്ടല്ലേ ഡയാന ചെറിയൊരു പ്ലാൻ ചെയ്തപ്പം ഞാൻ അതിലും വലിയൊരു പ്ലാൻ ചെയ്ത് ഇങ്ങനെ നനഞ്ഞ കൊക്കിനെ പോലെ ഇവിടെ കൊണ്ടിരുത്തിച്ചേ. എന്താ ടീന, ഇത്രയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് പ്രസംഗിച്ചിട്ടും ഇവളൊന്നും അനങ്ങാത്തേ? ഡയാന ഗസ് ചെയ്തത് കറക്റ്റ് ആണേ. ഇവക്ക് അല്ലറ ചില്ലറൊന്നുമില്ല, അഹങ്കാരം. ഇത്രയൊക്കെ തിരിച്ചടി കിട്ടിയിട്ടും അവളുടെ ആറ്റിറ്റ്യൂഡ് കണ്ടില്ലേ? റോസി, leave it. നമ്മളിപ്പോ ഇവിടെ വന്നത് അവളെ ഹെൽപ്പ് ചെയ്യാനല്ലേ. സോ അത് ചെയ്യാൻ നോക്ക്. എന്നെ കണ്ടില്ലേ, എനിക്ക് എത്ര ആത്മാർത്ഥതയാണ്. അവളെ ഉണക്കാൻ വേണ്ടി എത്ര നേരെ ഞാൻ ഈ ലെൻസ് പിടിച്ച് നിൽക്കുന്നറിയോ? ബിക്കോസ് ഐ ലവ് ഹെർ. ഉണക്ക്
നാളത്തെ ഡേ ഓർമ്മയുണ്ടല്ലോ? നാളെ എല്ലാം അന്നയ്ക്ക് സ്പെഷ്യൽ ആയിരിക്കണം. അവളെ എല്ലാ ഫ്രണ്ട്സിനും ഇൻവൈറ്റ് ചെയ്യണം. ബർത്ത്ഡേ പാർട്ടിയിൽ ഒരു കുറവുണ്ടാവാൻ പാടില്ല. ഓക്കെ? ഓക്കെ. നൈറ്റ് പാർട്ടി വരെ ഉണ്ട്. സോ അതിനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്യണം. നാളൊരു ഡേ അത് അന്നയ്ക്കുള്ളതാ. അവക്ക് ഇഷ്ടപ്പെട്ട രീതിക്കായിരിക്കണം എല്ലാ കാര്യങ്ങളും. ഓക്കെ. എന്നാ എല്ലാം കഴിഞ്ഞിട്ട് വിളിക്കേ.